പുരാവസ്തു വിദേശത്ത് കൊണ്ടുപോയെന്നിപ്പോൾ ശ്രീ ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. വിദേശത്ത് പുരാവസ്തുവിന്റെ പ്രത്യേകം കച്ചവടമുള്ള ആളുകളുടെ ബന്ധങ്ങൾ എവിടെയൊക്കെയാണ്. അങ്ങനെ എല്ലാ വർഷവും SIT സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടതാണല്ലോ. അവർ പരിശോധിച്ചിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും. അതിനെ തുടർന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യും. അല്ല, പ്രതിപക്ഷം നിങ്ങളെ മാധ്യമ പ്രവർത്തകർ ഒന്നും ചോദിക്കാത്തതുകൊണ്ടാണല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കില്ല, എന്നോട് നിങ്ങൾ കാര്യപാത്ര പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? ഇപ്പൊ അവരെല്ലാവരും പറയും SIT ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, ഇപ്പൊ ചില വിശ്വാസമില്ല. അപ്പൊ നിയമസഭ നിങ്ങൾ എന്തിനാ ബഹിഷ്കരിച്ച്? അല്ല, ഞാൻ ചോദിച്ചത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ തുടക്കം മുതൽ അന്വേഷണം. നിയമസഭയിൽ ഞങ്ങൾ തന്നെ ചോദിച്ചല്ലോ, ഹൈക്കോടതിയുടെക്കാൾ വിശ്വാസം നിങ്ങൾക്ക് CBIയിലാണോ? അപ്പൊ ഞങ്ങൾക്ക് CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്. ഡൽഹിയിൽ എന്തിനാ സമരം ചെയ്ത മുദ്രാവാക്യം എന്തായിരുന്നു? ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നിങ്ങൾ പ്രതിപക്ഷത്തോട് ചോദിക്കണം. നിങ്ങൾ എന്തെങ്ങനെ മാറുന്നേ? SIT അന്വേഷിക്കുന്നു എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നില്ലല്ലോ. ഞങ്ങൾ അന്നും പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമുണ്ട്. ആ അന്വേഷണം അവര് കാര്യങ്ങൾ പരിശോധിക്കും. ഗവൺമെന്റ് കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കില്ല. അത് വളരെ കൃത്യമായ നിലപാടാണ്. എന്ന് മുതലാണ് ഈ പോറ്റി അവിടെ വന്നത്? പോറ്റിക്ക് ആരൊക്കെയായിട്ടാണ് ബന്ധം? ആരാണ് സ്വർണം വാങ്ങുന്ന സ്ഥലം? ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ആളുടെ ബെല്ലാരി ബന്ധമെന്ത്? ഇതെല്ലാം തന്നെ വിശദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റേ ചിന്താവിഷ്ടയ ശ്യാമളയിൽ ഒരു ദിവസം പെട്ടെന്ന് ശ്രീനിവാസൻ മാലയിട്ട പോലെ വളരെ സ്വാത്വികനായിട്ടുള്ള പോറ്റി 2019 ഒരു ദിവസം ഈ മോഷണം തുടങ്ങി പെട്ടെന്നുള്ള പരിണാമമായിരിക്കില്ലല്ലോ. അപ്പൊ അതെല്ലാം പരിശോധിക്കട്ടെ, നല്ല രീതിയിൽ അന്വേഷണം വരട്ടെ. അല്ല, പ്രതിപക്ഷത്തിൽ അപ്പൊ ചോദിച്ച ചില രണ്ടുപേരും ഒന്നിച്ചു വന്നിട്ടുള്ളത് സോണിയാഗാന്ധിയുടെ അടുത്താണല്ലോ. രണ്ടുപേരും ഒന്നിച്ചു വന്ന് ഒറ്റ ചിത്രമുള്ളൂ, സ്വർണം കട്ടാളും വാങ്ങിയ ആളും എന്ന് ഇതുവരെ നിങ്ങൾ മാധ്യമങ്ങൾ വഴി നമ്മുടെ മുമ്പിൽ SIT റിപ്പോർട്ടൊന്നുമില്ല, ഹൈക്കോടതിയിലെ വരുന്നത്. ആ പറഞ്ഞ രണ്ടുപേരും ഒന്നിച്ചു വന്നിരിക്കുന്ന ഒറ്റ ആളുടെ ചിത്രമേ മാത്രമേ ഉള്ളൂ. അതും സാധാരണ ആർക്കും ഇതുവരെ കയറാൻ വളരെ ബുദ്ധിമുട്ടുള്ള, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് പോലും MP-ക്ക് പോലും ഇതുവരെ കയറാൻ സമയം കിട്ടിയിട്ടില്ല എന്നൊരു സ്ഥലത്താണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഗൗരവമായ കാര്യങ്ങൾ ഇതിന് പുറകിലുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം അന്വേഷണം നടക്കട്ടെ. എന്തായാലും SIT ഗവൺമെന്റ് പൂർണ്ണമായിട്ടും നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകും. ഒരു കാര്യം പറഞ്ഞു, പാട്ടാണ് വോട്ടായി മാറുന്നത്, മാറ്റമല്ല. പാട്ടിന് അത്ര പ്രാധാന്യം ഏത് പാട്ടാ? ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ പ്രസംഗിച്ചെന്നുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ മാധ്യമങ്ങൾ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നു. ഇപ്പോ നിങ്ങൾ കേട്ടല്ലോ, ഫിക്കിയുടെ യോഗത്തിൽ സേവനാവകാശ നിയമം അറിയുന്ന ആരെങ്കിലും ഉണ്ടോന്ന് വെച്ചപ്പോൾ ആരും കൈവക്കില്ലല്ലോ. IMG റിപ്പോർട്ടിൽ പറയുന്ന കഴിഞ്ഞ സേവനാവകാശ നിയമം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മാധ്യമങ്ങൾ ഒട്ടും തന്നെ ശ്രമിച്ചില്ല എന്ന് IMG റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വസ്തുതകളും പോസിറ്റീവായ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല എന്ന വിമർശനമാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും SIT അവിശ്വാസം അർപ്പിക്കുന്ന പ്രതിപക്ഷത്തെ വിമർശിക്കുകയാണ് മന്ത്രി P. രാജീവ്. എന്തായാലും അന്വേഷണം എല്ലാ തലത്തിലും കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.